സന്ദീപ് വാര്യർ BJP വിട്ട് 24 മണിക്കൂർ കഴിയും മുൻപ് തന്നെ പാണക്കാട് എത്തി സന്ദർശിച്ചിരിക്കുകയാണ്. തൻ്റെ മതേതരത്വ സ്വഭാവം കൂടുതൽ കരുത്തു പകരാൻ വേണ്ടിയും തൻ്റെ ഒരു ഇമേജ് മാറ്റുവാൻ വേണ്ടി അദ്ദേഹം എന്തായാലും പാണക്കാട് കുടുംബത്തെ സന്ദർശിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ അദ്ദേഹത്തിന് എന്തായാലും 2026 ഇലക്ഷനിൽ മത്സരിക്കണമെന്നൊരു മോഹം കാണുമല്ലോ. അപ്പോൾ എന്തായാലും ഈ പാലക്കാട് പൊതുവെ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിലുള്ള ഉണ്ണിത്താൻ കാസർഗോഡ് പോയപ്പോൾ കുറി മാച്ചിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നപ്പോൾ കുറി അടിച്ചാണ് ഈ പ്രചരണം നടത്തുന്നത്. അത്തരത്തിലുള്ള ഒരു മേഖലയിൽ പാലക്കാട് ഈ ഇത്തരമുള്ള ഗിമിക്കുകൾ സന്ദീപ് വാര്യറിന് തിരിച്ചടിയാകില്ലേ? അതോടൊപ്പം തന്നെ ഹൈന്ദവ വിശ്വാസികളുടെ വോട്ടുകൾ എന്തായാലും സന്ദീപ് വാര്യറിന് നഷ്ടമാകാനും ഇത് ഇടയാക്കില്ലേ? ഇത് ഇപ്പം സന്ദീപ് വാര്യരെ ഇപ്പം കോൺഗ്രസ് ഏറ്റെടുത്തത് അവർക്കിപ്പോൾ ഒരു വിനയായി തീർന്നിരിക്കുന്നു എന്ന് സംശയമാണ്. കാരണം നേരെ പോയത് പാണക്കാട്ടേക്ക് പോയി. പാണക്കാട്ടേക്ക് ചിലപ്പോൾ കൊണ്ടുപോയി, പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവിടെ പോയി കുമ്പിടുന്നു, നമസ്കരിക്കുന്നു, അവരോടൊപ്പം ഇരുന്ന് ചായ കൂടി, കുഞ്ഞാലിക്കുട്ടിയുടെ മടിയിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇത് എന്നിട്ട് പറയുന്നു മതനിരപേക്ഷതയുടെ ഇടമാണ് ഇവിടെ പാണക്കാട് കുടുംബം. പിന്നെ മലപ്പുറത്തിന് മതനിരപേക്ഷത കിട്ടാൻ കാരണം തന്നെ പാണക്കാട് കുടുംബമാണ് എന്നൊക്കെയാണ് പറയുന്നത്. കോൺഗ്രസ്സുകാരാകെ വലിയ വെട്ടിലായിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയാമോ? കോൺഗ്രസ്സുകാരല്ലെങ്കിലോ ലീഗിനെ പ്രീണിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു. ലീഗാണ് കോൺഗ്രസിലെ ആധിപത്യം സ്ഥാപിക്കുന്നത്. ലീഗ് UDF തന്നെ വിഴുങ്ങാൻ നിൽക്കുകയാണ് എന്ന് ഈ UDF ഹൈന്ദവ വിഭാഗം കാണുന്നുണ്ട്. അവരിനിപ്പോൾ അകന്നു പോകും. നേരത്തെ തന്നെ NSS ഒക്കെ അകന്നു. SNDPക്ക് ഒക്കെ തന്നെ അകൽച്ചയുണ്ടായി ഇക്കാര്യത്തിൽ. ഒരാൾ പോലും കോൺഗ്രസ് MLA ആയിട്ടില്ല. ഇല്ല. അപ്പൊ ഇത് പറ്റി വലിയ തലവേദനയാവും. കാര്യം എന്ന് പറഞ്ഞാൽ ലീഗിനോട് ഇത്തരത്തിലുള്ള വലിയൊരു പ്രീണനം നടത്തുന്നത്. എന്നിട്ട് സുരേന്ദ്രൻ ആശംസിച്ചില്ലേ നല്ല കസേര കിട്ടട്ടെ. ഉടനെ എന്താണ് സന്ദീപ് വാര്യർ പറഞ്ഞത്? എനിക്ക് പാണക്കാട് എനിക്ക് കിട്ടിയ കസേര അത്തരത്തിലുള്ള മഹത്തരമാണ്. കോൺഗ്രസിനേക്കാൾ വലുതായിട്ടാണിപ്പോൾ പാണക്കാടിനെയും കുഞ്ഞാലിക്കുട്ടിയെയും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചടി ഉണ്ടാകും. ഇനിയിപ്പോൾ പൊന്നാനിയിലേക്ക് പോലും പോകുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഭാവിയിൽ ഇത് ദോഷം ചെയ്യും. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5ാം മന്ത്രി ഉണ്ടാക്കിയ വിവാദം എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്നേ പറഞ്ഞതാണ് ഈ കോൺഗ്രസ് ഇത്രത്തോളം ലീഗിനെ പ്രീണിപ്പിക്കുന്നത് ദോഷം ചെയ്യും എന്നുള്ള രീതിയിൽ. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന് ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷമാണ്. ചെറിയ വിജയമെങ്കിലും 20,000-30,000 വോട്ടായിരുന്നു ഭൂരിപക്ഷം. ഇപ്പൊ എന്താണ് ഒരുപാട് കമന്റ്സുകളൊക്കെ വരുന്നുണ്ട്. സ്നേഹത്തിന്റെ കടയിലെ മറ്റേ പഞ്ചാരയാണ് എന്നൊക്കെ പറഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കോൺഗ്രസിന് ഇപ്പോൾ ഇതൊരു തലവേദനയായി തീർന്നിരിക്കുകയാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒക്കെ എത്ര വിമർശിച്ചിട്ടുള്ള ആളാണ്. ഇത് ഒരുപക്ഷെ 2 ആഴ്ച മുമ്പ് വന്നിരുന്നെങ്കിലുണ്ടല്ലോ, സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നിരുന്നെങ്കിൽ വയനാട്ട് പോയി പ്രചാരണത്തിൽ ഏർപ്പെടാമായിരുന്നു പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട്. രാഹുൽ ഗാന്ധി കാശ്മീരിലേക്ക് ഭാരത് ജോഡോ യാത്ര നടത്തിയില്ലേ? കുറെ ലോറികൾ അല്ലേ ഒക്കെ അകമ്പടിയോടുകൂടി അങ്ങനെ പോയ സമയത്ത് കാശ്മീർ വരെയായിരുന്നു. അന്ന് സന്ദീപ് വാര്യർ പറഞ്ഞത് ഇത് കാശ്മീരിലേക്കല്ല പോകേണ്ടത്, ആൻഡമാനിലേക്ക് വേണം പോകാൻ. സവർക്കറെ ജയിലിലടച്ച അവിടെ പോയി അവിടെ മാപ്പ് പറയേണ്ടിയിരിക്കുന്നു എന്നാണ് സന്ദീപ് വാര്യർ രാഹുലിൻ്റെ ഭാരത് ജോഡോ യാത്രയെ വിമർശിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ വേണ്ടിയിട്ട് ഭാവിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ ആ പറഞ്ഞതിനൊക്കെ തന്നെ ഒരു പ്രായച്ചിത്തമായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ലീഗിനെ ഇത്തരത്തിൽ പ്രീണിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാക്കും. ഈ അവസരത്തിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? പിണറായി വിജയൻ ഇനിയിപ്പോൾ വളരെ തന്ത്രപൂർവ്വം ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ, അതായത് പതുക്കെ ഇവരുടെ ഈ ലീഗ് പ്രീണനം എടുത്തിട്ടുകൊണ്ട് ഈ ഹൈന്ദവ വിഭാഗത്തിൻ്റെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും വോട്ട് സമാഹരിക്കാനുള്ള ഒരു തന്ത്രം
എടുക്കും. ഈ തന്ത്രം എടുത്തു കഴിഞ്ഞാൽ 25-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പയറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് സംശയം 2026 ഈ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് LDF അധികാരത്തിൽ വരുമോ എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് വേറെ തരത്തിലും മാറും. ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും വോട്ട് BJPയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. കൂടുതൽ ക്രൈസ്തവരെ കൂടുതലായിട്ട് BJP അടുപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ജോർജ് കുര്യനെയൊക്കെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഈ ഭരിക്കുന്നത് ആരായിരിക്കും? അങ്ങനെയാണെങ്കിൽ അത് CPM-നെ ഉപകാരപ്പെടുള്ളൂ. അല്ല, കുറച്ച് സീറ്റുകൾ നേടും. അല്ല, അത് തിരിച്ചു പോകുമ്പോൾ കോൺഗ്രസ് അത്ര മോശമല്ലാത്ത രീതിയിൽ സീറ്റ് നേടുമല്ലോ. അപ്പോൾ പിന്നെ BJP ചിലപ്പോൾ BJPക്ക് തീർച്ചപ്പെടുത്തേണ്ടി വരും ആര് കേരളം ഭരിക്കണമെന്ന്. അതാണ് കുറെ നാളുകൾക്ക് മുമ്പ് സുരേന്ദ്രൻ പറഞ്ഞില്ലേ, 35 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചില തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് മെനയുമെന്നുള്ളതാണ്. പിണറായി വിജയൻ ശരിക്കും കളത്തിൽ ഇറങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ എന്തായാലും ഈ പാണക്കാട്ടൊരു കോമാളി വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത് പിന്നെ കോൺഗ്രസിന് അതൊരു തലവേദനയാണ്. കോൺഗ്രസ്സുകാരിൽ പോലും പലരും ഇത്രയും പോയി കുമ്പിട്ട് നിൽക്കാറില്ല. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യറിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഇത് വലിയ രീതിയിൽ ബാധിക്കില്ലേ? അടുത്ത അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹത്തിന്റെ അധികാരമോഹമാണല്ലോ അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 2024 ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് വലിയ രീതിയിൽ അദ്ദേഹത്തിന് വോട്ട് കുറയ്ക്കാനുള്ള കാരണം ഇതാകില്ലേ? തീർച്ചയായിട്ടും അതുണ്ടാകും. അതുപോലെ തന്നെ സന്ദീപ് വാര്യർ എന്താണ് പറഞ്ഞത്? ഞാൻ BJPയിലേക്ക് വന്നത് തന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ കവിതകൾ കേട്ട് വായിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൊക്കെ ആകൃഷ്ടനായിട്ടാണ് ഞാൻ BJPയിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐസഭയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് സന്ദീപ്. കോൺഗ്രസിലാരെ കവിതയായിരിക്കും അത്? കോൺഗ്രസിലെ അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇനി ഒരു സമയത്ത് സന്ദീപ് വാര്യർക്ക് തിരികെ വരേണ്ട അവസ്ഥ ഉണ്ടാകും. കാരണം BJP കേരളത്തിൽ വേരൂന്നുകയും CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ പതനം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിന് എന്തായാലും വലിയ തകർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ തകർത്തിരിക്കും. അത്തരത്തിലുള്ള നീക്കം ഇവർ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെ ഉറപ്പായിട്ടുള്ള കാര്യവുമാണ്. കോൺഗ്രസ് മുക്തഭാരതമാണ് BJP ആഗ്രഹിക്കുന്നത്. ആ പാർട്ടിയിലേക്കാണല്ലോ ഈ സന്ദീപ് വാര്യർ പോയിരിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ലീഗിലേക്ക് പോയാൽ ലീഗിൻ്റെ അവിടെ പോയി ഇത്രത്തോളം ഈ കോമാളി വേഷം കാണിച്ചതാണ് വലിയ അബദ്ധമായി തീർന്നിരിക്കുന്നത്. അത് കോൺഗ്രസ്സുകാരിങ്ങനെ വളരെ കരുതലോടുകൂടിയാണ് പോകുന്നത്. ഹിന്ദുക്കളുടെ വോട്ട് നഷ്ടപ്പെടുമല്ലോ. ഇത് മുൻകാലങ്ങളിൽ എതിർപ്പുണ്ടായിട്ടുള്ളതാണ്, ഈ ഇത്തരത്തിലുള്ള അമിത പ്രീണനം ക്രൈസ്തവരുടെ. കാരണം എല്ലാ കാര്യങ്ങളിലും ലീഗിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. പാണക്കാട് കുടുംബത്തിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ ഒക്കെ ഇടപെടൽ അതിശക്തമായിരുന്നു എന്നുള്ളതാണ്. കാരണം ലീഗ് വളരെ നിർണായക ശക്തിയായി മാറി എന്നുള്ളതാണ്. അവർക്ക് അവർ പറയുന്നിടത്ത് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. 20-ലധികം MLA-മാർ അവർക്കുണ്ട്. അതെ, അതുകൊണ്ട് അവരുടെ വാക്കുകൾ വളരെ സ്ട്രോങ് ആണ്. അവർ പറയുന്നതനുസരിച്ച് നിന്നേ പറ്റുകയുള്ളൂ. പലപ്പോഴും കോൺഗ്രസിനകത്തെ തർക്കങ്ങൾ പോലും പരിഹരിക്കുന്നത് ഈ ലീഗിൻ്റെ സാന്നിധ്യത്തിലാണ്. സീറ്റ് ആർക്ക് വിട്ടുകൊടുക്കണം, രാജ്യസഭാ സീറ്റ് പോലും വിട്ടുകൊടുക്കുന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസുമായിട്ട് ചർച്ച നടത്തുകയോ അവരെ അന്വയിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ലീഗാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലീഗ് ഭാവിയിൽ UDF-നെ തന്നെ വിഴുങ്ങാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത്. ലീഗ് ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം LDF-ലേക്ക് പോകത്തില്ല. കാരണം 2026 തന്നെയാണ് അവരും ലക്ഷ്യമിട്ട് നിൽക്കുന്നത്. അതിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ UDF-ന് അനുകൂലമായി മാറുമെന്നുള്ള കണക്കുകൂട്ടലും ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ സന്ദീപ് വാര്യരുടെ ഈ പോക്ക് ദോഷമായിട്ട് മാറില്ലേ എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചിന്തിക്കുന്നത്.